അയ്യോ, ഇതാരും റോസമ്മ. എന്റെ ഈശോ, എന്ത് പറ്റി തിരിച്ചു വരാൻ? തെറ്റിദ്ധാരണകളൊക്കെ തീർന്നോ? മാറി നിൽക്കും മനുഷ്യ. മോളെ നിന്ന്. എടി, എന്താ സംഭവിച്ചത്? ശ്രീകുമാരങ്ങൾ വന്നിരുന്നു. മമ്മിയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. പപ്പയുടെ ഒരു പുളു മുഴുവനും പച്ചക്കള്ളം. എടി റോസമ്മേ, ക്ഷമിക്കടി. അന്ന് വെള്ളപ്പുറത്ത് പറഞ്ഞു പോയതാടി. കള്ള് തലയ്ക്ക് പിടിച്ച വെച്ച് കിരിക്കൊള്ളും. വെറുതെ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാൻ. എടി, ഹിറ്റ്ലർ സിനിമയിലെ മഴ സീൻ ഇങ്ങനെ. അതെ, ഇനി ഈ കുടുംബത്തിൽ മഴയെ പറ്റി മിണ്ടിപ്പോകരുത്. ഇല്ല. പറഞ്ഞേക്കാം. പെണ്ണുങ്ങളില്ലാതെ ഈ വീട് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? എന്റെ ഈശോയെ, ഇനി അടുക്കള ഏത് പരുവത്തിലാണാവോ? എല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ടാവും. ഞാൻ തുറന്നോളാം. ഒരു മിനിറ്റ് ഇരിക്കട്ടെ. ടിപ്പായിട്ട് കരുതിയാ മതി. കാർ അങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്യാം. അതെ, ജാങ്ങളുടെ കളഞ്ഞ് തൊഴുത് നല്ല ടിപ്പ് കിട്ടുന്ന പണിയാ. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ഞാൻ പോട്ടെ. അല്ല, ഇന്ന് താൻ അച്ചി വീട്ടിൽ പോണെന്നല്ലേ പറഞ്ഞത്? അതെവിടെയാ? കുറച്ച് ദൂരെയാ, കാഞ്ഞിരപ്പള്ളി. ഒരു മാസം ശമ്പളം ഞാൻ അഡ്വാൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതെയോ? അത് കിട്ടിയ സുജയ മോളെ ഇന്ന് തന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരണം. ഓ, അത് ശരി. പോട്ടെ. നമസ്കാരം. നമസ്കാരം. ആരാ? മനസ്സിലായില്ലല്ലോ. ശ്രീകുമാർ കേട്ടിട്ടുണ്ടാവും. MG ശ്രീകുമാറാണോ പാട്ടുകാരൻ? പാട്ട് പാടും, പക്ഷെ MG ശ്രീകുമാർ അല്ല, G ശ്രീകുമാർ, ഇവിടത്തെ ലീനയുടെ ഭർത്താവ്. ഓ, അത് നിങ്ങളാണോ? ആ. ഞാൻ അകത്തുനിന്ന് ആരെങ്കിലും വിളിക്കാം. എന്താണാവോ? സുജയും മോളും. സുജയോ? അത് നിന്റെ ഭാര്യ. എന്റെ മോള് ലീന ജേക്കബ്. അവൾ അകത്തുണ്ട്. എന്താ കാര്യം? ഞാനിപ്പോ ഒരു ജോലിക്ക് പോകുന്നുണ്ട്. അറിഞ്ഞു. കലക്ടറൊന്നും അല്ലല്ലോ. ജോലി കിട്ടിയെന്ന് ഒരു ചളുപ്പില്ല അവൻ നിൽക്കുക. വെറും പാറാവുകാരനല്ലേ? ഒരു ബാർ ഹോട്ടലിലെ പാറാവുകാരന്റെ കൂടെ ജീവിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അവള് വരും. വിളിച്ചു നോക്ക്. നിക്ക്. എന്റെ വീടിനകത്തോട്ട് കയറണ്ട, ഞാൻ പറഞ്ഞു വിടാം. മോള്? അവൾക്ക് സുഖം. അല്ല, പഠിത്തമൊക്കെ? ഇവിടെ സെയിന്റ് ആന്റണീസിലാണ്. എന്നെ പറ്റി ചോദിക്കാറില്ലേ? ഉവ്വ്. അച്ഛൻ ജോലിക്ക് പോയേക്കുവാ. തിരിച്ചു വന്ന അമ്മയും മോളെയും അച്ഛന്റെ ജോലി സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നൊക്കെയാ പറഞ്ഞേക്കുന്നേ. അവളത് വിശ്വസിച്ചിരിക്കുക. ഇരുന്നാ ഒരു ചായ എടുക്കാം, കുടിച്ചിട്ട് പോ. വേണ്ട, ഞാൻ ഇറങ്ങാം. മോൾ കൊടുത്തേക്ക്. സുജയുടെ പെട്ടെന്നുള്ള ഈ മാറ്റം, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരുപക്ഷെ എന്റെ ഇപ്പോഴത്തെ സെക്യൂരിറ്റി പണി അവൾക്ക് അവളുടെ വീട്ടുകാർക്ക് പിടിച്ചില്ലായിരിക്കാം. എടാ, എല്ലാ ജോലിക്കും അതിന് അതിൻ്റെതായ ഒരു മാന്യതയുണ്ട്. ഇതൊന്നുമല്ല ചായ. ആ ടോമി, അവൻ ഒറ്റൊരുത്തനെ അതിന്റെയൊക്കെ പുറകില്.
അവനൊരു 100 രൂപ വെച്ച് എന്റെ മുഖത്തേക്ക് നീട്ടിയപ്പോ തന്നെ എനിക്ക് തോന്നിയതാ ഇതൊക്കെ കൊളാവുന്നു. ഒരു എനിക്കറിയായിരുന്നു താൻ ഇവിടെ ഉണ്ടാവുമെന്ന്. മനസമാധാനം നഷ്ടപ്പെട്ടവൻ ഇവിടെ അല്ലാതെ എവിടെ പോവാൻ അല്ലേ? റോയ്ച്ചനല്ലേ? അതെ. ലീന പറഞ്ഞറിയാം. ടോമി ഈപ്പൻ ദേവസ്. എനിക്ക് ഇയാളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. റോയ്ച്ചനും കേൾക്കാം. എനിക്ക് നിങ്ങളോട് ഒന്നും സംസാരിക്കാനില്ല. നിങ്ങൾ വന്ന സ്ഥലവും സമയവും ഒന്നും ശരിയല്ല. ടോമി ചെറുപ്പം ചെല്ല്. പോ. ശ്രീകുമാറെ, എന്താ പ്രശ്നം? അപ്പൻ, അമ്മ, പള്ളി, വിശ്വാസം എല്ലാം ഉപേക്ഷിച്ച് ഉറപ്പിച്ചു പറയാൻ പേരോ അഡ്രസ്സോ ഇല്ലാത്ത ഇയാളോടൊപ്പം ഇറങ്ങിപ്പോയപ്പോ ലീനയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഞാനാ. എത്ര വന്നാലും ആണൊരുത്തന്റെ കൂടെയാണല്ലോ ഇറങ്ങിപ്പോകുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ എടോ, ഒരു ജീവിതമേ ഉള്ളൂ. അത് ആണിനെ പോലെ ജീവിച്ചു തീർക്കുക. മനുഷ്യന് ഭീരുവാകാം, പക്ഷെ തന്നെ പോലെ അതുകൊണ്ടാണല്ലോ ആരും കാണാത്ത ഈ ഓണം കേറാ മൂലയെ വന്ന് ഒളിച്ചു താമസിക്കുന്നത്. ഒളിച്ചു താമസിക്കൂ? ആ, എന്ന് ഒരുമിച്ചിരുന്ന് മോന്തെന്ന് റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന്? ഇല്ല. അറിയിക്കില്ല. ഇയാള് ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ. ഇരിക്കുന്നത് മദ്യത്തിന്റെ മുന്നിലായതുകൊണ്ട് ചിലപ്പോ ഇയാൾ മനസ്സ് തുറക്കും. പോട്ടെ റോജ, നല്ലതുപോലെ ഒന്ന് ആലോചിക്ക്. തനിക്കിപ്പോ എല്ലാം നഷ്ടപ്പെട്ടു. സ്വന്തം ഭാര്യ, കുഞ്ഞ്. ഇപ്പോഴും തനിക്ക് ഒരവസരം ബാക്കിയുണ്ട്. ഉത്തരവാദിത്വത്തോടെ താൻ ഏറ്റെടുത്ത ആ ജോലി പൂർത്തിയാക്കണം. ഭീരുവായിട്ട് ജീവിക്കുന്നതിനേക്കാൾ ധീരനായിട്ട് മരിക്കുക. രാജ്യം സ്മരിക്കും. യഥാർത്ഥത്തിൽ നീ ആരാണ്? എന്തിനാണ് ഒളിച്ചു താമസിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ടോമിച്ചൻ പറഞ്ഞത് 100% ശരിയാ. ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചു. പക്ഷെ ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. എന്റെ നിവൃത്തികേടുകൊണ്ടാ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ ശരിക്കും. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ മാസ്റ്റർ ഡിഗ്രി, കുറഞ്ഞ നാൾ കൊണ്ട് രാജ്യത്തെ മോസ്റ്റ് വാണ്ടഡ് ലീഗൽ ഹാക്കർ. എനിക്ക് കമ്പം കമ്പ്യൂട്ടർ ഹാക്കിംഗ്. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ആർമി സൈബർ സെല്ലിൽ ഞാൻ ജോയിൻ ചെയ്തു. जी साहब, आप जा सकते हैं. ശത്രു രാജ്യത്തിന്റെ ഏത് സൈറ്റിലും സഞ്ചരിക്കാനുള്ള ഒരു പ്രോഗ്രാം കോർഡിനേഷൻ. സൈന്യത്തിന്റെ കൂടെ സൈന്യത്തിലൊരാളായി ഞാനും. Boys, we have to be alert 24/7. Okay? Sir, you continue. पीछे move. Morning, sir. ഗുഡ് മോർണിംഗ്. Captain Satish. മേജർ ശ്രീകുമാർ. Welcome, sir. താങ്ക് യു. ഈ യൂണിറ്റിന്റെ കമാൻഡിംഗ് ഓഫീസർ വളരെ രസികനായ ഒരു മലയാളിയാ. ഹി ഈസ് ഗോയിങ് ടു സപ്പോർട്ട് യു, സർ. പാട്രിയോട്ടിസം തലക്കി പിടിച്ച ആളാണെങ്കിലും എന്താ പറയുക, ഷുഡ് സേ നോട്ടി ഓഫീസർ. So, Miss Cowell, do you get my point? No, sir. I didn't get you. See color? Coloring, painting, ചായം പൂശുക. Shaya? പൂശുക. Pushu? അങ്ങനെയും പറയാം. സംജ? Now you get my point? Yeah. Sir, Yes, please. please come. സർ. This is Major Srikumar for a cyber mission. Okay. Sir? आप बैठे जी. Please sit down, Miss Cowell. ഇരിക്കൂ. സർ. By the way, she is Captain Suneet Cowell and he is Major Srikumar. ഹായ് മാം. Hello, sir. ഞാൻ ഈ കൊച്ചിന് കുറച്ച് മലയാള പദങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. സർ. വളയ്ക്കുക, ഒടിക്കുക, പിന്നെ നമ്മുടെ നാട്ടുകാരെ സ്ഥിരം പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, പൂശുക. Major General Sharat Sir online. സർ, സൈബർ വിംഗ് ഹെഡ് ചെയ്യുന്ന മേജർ ശ്രീകുമാർ മിലിറ്റൻസിന്റെ ഒരു മേജർ ഇൻഫർമേഷൻ ഹാക്ക് ചെയ്തു.
Delhi US Embassy is being targeted. 6th July, sir. Full informations ഞാൻ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യാം, സർ. താങ്ക് യു, സർ. സർ. അഭിമാനം തോന്നി തുടങ്ങിയ നിമിഷങ്ങൾ. സ്വന്തം രാജ്യത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു എന്നുള്ള അഹങ്കാരം തോന്നി തുടങ്ങിയ നാളുകളായിരുന്നു അത്. ഈ കളി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതേ നാട്ടിലെ നമ്മുടെ പഴയ കുഴിപ്പന്ത് കളിയില്ലേ, സർ? അതാ. ഔ. ഹായ് സുനീത്, ഹൗ യു? ഐ എം ഹിയർ at the snooker lounge. Okay, come over. We'll go together. Okay, see you. Bye. സുനീത് കൗ. സർ. തെറ്റിദ്ധരിക്കല്ലേ? ഇല്ല, സർ. വെരി നൈസ് ഗേൾ. അറിയാം, സർ. വളരെ നല്ല കുട്ടിയാ. സർ. സർ, മേജർ ജനറൽ ശരത് സർ ഡൽഹിയിൽ നിന്ന് വിളിച്ചിരുന്നു. ഓപ്പറേഷൻ സക്സസ്. എല്ലാ ചാനൽസിലും ന്യൂസ് ലൈവായി വന്നു തുടങ്ങി, സർ. ഗുഡ്. TV on. സർ. That an officer from South, literally a Keralite, Major Sri Kumar, the head of Cyber Cell, handed over all the information regarding this threat to the army headquarters from Srinagar. दिल्ली यूएस एम्बेसी के नजदीक में 5 बाइक में आए हुए आतंकवादियों को फौजियों ने गोली मार गिराया है. दिल्ली पुलिस को भी बगैर बताए फौजियों ने ये कदम उठाया है. മലയാളം. ഡൽഹിയിലെ US എംബസി ആക്രമിക്കുവാൻ പദ്ധതിയിട്ടിരുന്ന 5ഓളം വരുന്ന ഭീകരരെ സൈന്യം കൊലപ്പെടുത്തി. ഡൽഹി പോലീസിന് പോലും വിവരങ്ങൾ കൈമാറാതെയായിരുന്നു സൈന്യത്തിന്റെ നീക്കം. US എംബസിയിലേക്ക് ബൈക്കുകളിൽ വന്ന് 5ഓളം ഭീകരവാദികളെ കൊലപ്പെടുത്തിയത് സൈന്യത്തിന്റെ രഹസ്യ നീക്കത്തോടെയാണെന്നാണ് സൈനിക ആസ്ഥാനത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഓപ്പറേഷന് കൃത്യമായ വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത് മലയാളിയായ മേജർ ശ്രീകുമാറാണ്. ഡൽഹി പോലീസിന് പോലും വിവരങ്ങൾ കൈമാറാതെയായിരുന്നു. Congrats. Sir. Good job. Thank you, sir. Please. Sir. താനിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന മിഷൻ ഏറ്റവും നല്ല തുടക്കമാണ്, സർ. പക്ഷേ ഒന്നും ലൈറ്റായിട്ട് എടുക്കരുത്, സർ. ബി വെരി കോഷ്യസ്, സർ. എന്ത് സസ്പിഷൻ തോന്നിയാലും അപ്പം എന്നെ അറിയിക്കണം, ബി ഇറ്റ് മെയിൽ ഓർ മെസ്സേജ്. സർ. ശത്രുക്കളുടെ നിരീക്ഷണത്തിലായിരിക്കും ഇനി നിങ്ങൾ. ബി വെരി കെയർഫുൾ. ഓക്കെ, സർ. ഹായ്. ഹായ്. വരുന്ന വൈകിട്ട് ഓഫീസേഴ്സ് പാർട്ടിക്ക് വരണം. Sir. കുറച്ച് കളേഴ്സിനെ പരിചയപ്പെടുത്തി തരാം. Sir. മഞ്ഞും കുളിരും റമ്മും ചിക്സ്, നല്ല കോമ്പിനേഷൻ. സർ. ഹായ് ഡാർലിംഗ്. हाय. ഓക്കെ, സീ യു. ബൈ. See you. Bye. See you. Bye, ma'am. ഇനി കുറച്ചു നേരം വിശ്രാം. മുമ്പിൽ കുറച്ച് പെമ്പിള്ളറുണ്ടായിരുന്നെങ്കിൽ ഓട്ടോ ഒക്കെ നല്ല ഉഷാറായനെ. ഇയാൾക്കിത് മാത്രമേ ഉള്ളൂ ചിന്ത. ഏയ് ഒന്നുമില്ല സർ. സാറേ, ഒരാറ്റൻ വണ്ടി വരുന്നുണ്ട്. ഈ വണ്ടി ഇവിടെ നിർത്തും. ഇത് നമ്മുടെ കാഞ്ഞിരപ്പള്ളി ഫാസ്റ്റ്. ഫാസ്റ്റ്? സാറിന്റെ നാട്ടുകാരിയാ. ഓ, എന്നതാ ടോമിച്ചായ, ഇരിപ്പായോ? ഇത്തിരി നീരുതേ. എടി പെണ്ണെ, 2 കിലോമീറ്റർ നടത്തം, 20 മിനിറ്റ് റെസ്റ്റ് അല്ലേ സതീഷ്? എടി 7 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിന് ഓട്ടം. എന്തോ ഒന്നുമില്ല സർ. ഉവ്വ് ഉവ്വ്. എന്നാ ഡോക്ടർ അമ്മോ, കാഞ്ഞിരപ്പള്ളി അച്ചായം വിളിക്കാറില്ലായോ? പിന്നെ എന്നും വിളിക്കും. ആ. നിർത്തിപ്പോരാൻ നിർത്തിപ്പോരാൻ പറഞ്ഞ എന്നും വിളിക്കും. എന്റെ പഠിത്തവും പുള്ളിക്ക് അത്ര പിടിച്ചിട്ടൊന്നുമില്ല. ആ ലീന, ഇത് ശ്രീകുമാർ ഓൺ സ്പെഷ്യൽ ഡെപ്യൂട്ടേഷൻ. ഹായ്. ഓൾ ബ്രെയിൻസ്, കമ്പ്യൂട്ടർ എക്സ്പേർട്ട്. ഓ, അപ്പൊ ഇന്റലക്ച്വലി എനിക്ക് പറ്റിയ കമ്പനിയാ. ഇവരെന്റെ നാട്ടുകാരാ. ഓ, ലീനയുടെ മമ്മി ശോശാമ മിലിറ്ററി ഡോക്ടർ. നമസ്കാരം മാം. ഇവൾ ശ്രീനഗറിൽ MBA പഠിക്കുന്നു എന്നാണ് വൈപ്പ്. വെപ്പല്ല ശരിക്കും. ഓഹോ. ഒരു മിനിറ്റ് ഒന്ന് വരുവോ? അതെ, ഓ. ഈ ടോമിച്ചായന്റെ കൂടെ കൂടി ചീത്തയാണ്ട കേട്ടോ. പഠിക്കാൻ പറ്റിയ സ്കൂളേ അല്ല. വരട്ടെ ടോമി. ഓക്കേ. നല്ല സ്മാർട്ടാ. ഇവളുടെ പപ്പയ്ക്ക് ഇഷ്ടമല്ല ഇവിടെ നിർത്താൻ. കാഞ്ഞിരപ്പള്ളിയിലെ വലിയ പ്ലാന്ററാ. ഒറ്റ മോള് ഇട്ട് മൂടാനുള്ള കാശ്. സർ, വി ആർ ഓൾറെഡി ലേറ്റ്. ഓ യാ. സർ. ഹായ് സൂസൻ.
ഇയാളൊക്കെ ഏത് നേരം നിങ്ങളൊരു കാര്യം ചെയ്യും വിട്ടോ, ഞാൻ എവരെ ഒന്ന് എന്റർടൈൻ ചെയ്തു വരാം. ക്യാമ്പിൽ എത്തുന്ന ക്ഷീണം അറിയില്ല. ഓക്കെ ഞരമ്പ് രോഗം. ഹായ് സൂസൻ. ഹായ് മീര. സോ ബോറിംഗ് വിതൗട്ട് യു ഗേൾസ്. എന്താ ലേറ്റ്? നോ വി ആർ ഓൺ ടൈം. സുജയെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അവളുടെ എന്തൂസിയാസം, മിടുക്ക്, ഞങ്ങൾ തമ്മിലുള്ള അകലം പെട്ടെന്ന് കുറഞ്ഞു. മിലിറ്ററി ക്യാമ്പിൽ എനിക്ക് അനുവദിച്ച ക്വാർട്ടേഴ്സിന്റെ തൊട്ടടുത്തായിരുന്നു അവളുടെ ക്വാർട്ടേഴ്സും. ഹലോ. ഈവനിംഗ് വാക്കിന് പോരുന്നോ? ഈവനിംഗ് വാക്ക് വി ടു. എക്സ്ക്യൂസ് മീ, ഹാവ് എ ഡ്രിങ്ക്? താങ്ക് യു. യു ആർ വെൽക്കം. എന്താ സതീഷ്, കഴിക്കുന്നില്ലേ? ഇല്ല, ഞാൻ കഴിക്കില്ല. നന്നായി. നല്ല ശീലങ്ങളൊന്നും പാടില്ല. സൂസൻ, കം ഓവർ ഇഫ് യു ആർ നോട്ട് കംഫർട്ടബിൾ. യെസ് ഐ ആം ഓക്കേ സർ. ഗുഡ്. കണ്ടോ? സർ, വാട്ട് നെക്സ്റ്റ്? പുതിയ പ്ലാൻ എന്താ? ഈ പെൺ വിഷയത്തിലെ ഒരടുക്കും ചിട്ടയൊക്കെ വരുത്തണം. ആരെങ്കിലും ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. നല്ലതാണ് സർ. അതൊക്കെ തന്നെയാണ് പുതിയ പ്ലാൻസ്. സർ, ഞാൻ മിഷന്റെ കാര്യമാണ് ചോദിച്ചത്. ഓ, ഞാൻ വിചാരിച്ചു എന്റെ കല്യാണക്കാരിയാണെന്ന്. സർ, ആ ഇരിക്കുന്ന കാഞ്ഞിരപ്പള്ളിക്കാരിനെ ആയിരിക്കുമോ? കിട്ടിയാൽ സന്തോഷമല്ലായോ? ഏതായാലും നിങ്ങൾ എനിക്ക് ഡോക്ടർ മോള് ഒറ്റയ്ക്ക് ഞാൻ ഒരല്പം എന്റർടൈൻമെന്റ് കൊടുത്തിട്ട് വരാം. ഓക്കെ? എന്നാടി കൊച്ചേ, എന്നാ എടുക്കുക? എന്നെ എടുക്കാനോ? ജ്യൂസ് കുടിക്കുക. നീ എന്നാ കാഞ്ഞിരപ്പള്ളിക്കാരത്തിയാടി? ഒരു വൈനെങ്കിലും തട്ടിക്കൂടായോ? വൈനോ? ഓ, ഇപ്പോഴത്തേക്ക് ഇത് മതി. ആണേ, എന്നാ ഒരു മിലിറ്ററി കൊച്ച. ടോമി സാർ എല്ലാവരും ഓവർടേക്ക്, പക്ഷേ ഈ കാഞ്ഞിരപ്പള്ളിക്കാരി ലീന കൊച്ച് സാറിന് സൈഡ് കൊടുക്കുന്നില്ല. അങ്ങേർക്ക് സൈഡ് കൊടുക്കുന്നില്ലായിരിക്കാം, പക്ഷെ എനിക്ക് സൈഡ് തന്നു. സത്യമാണോ? ആണടോ. എന്നാ ശോശാമോ, സുഖമല്ലായോ? ഓ, ഐ ആം ഫൈൻ. അത് കേട്ടാ മതി. എന്റെ പൊന്നോ. സർ, സൺഡേ ആയിട്ട് എന്താടോ പരിപാടി? സൺഡേയിലും ഒന്നുമില്ല സർ. എന്നാ പരുങ്ങുന്നേ? അല്ല, ആരെങ്കിലും വളച്ചകത്ത് കേട്ടിട്ടുണ്ടോ? എന്താ സർ, എന്നെ പോലെ മലയാളം പഠിപ്പിച്ചു തുടങ്ങിയോ? നമുക്ക് അങ്ങോട്ടിരിക്കാം. ഇരിക്കാം, നമുക്കിരിക്കാം. വരട്ടെ. കാര്യങ്ങളൊക്കെ എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലായോ? ടോമി ചായനോ? ഹലോ. എന്നാ പന്തം കണ്ട് പെരിച്ചഴിയെ പോലെ? ഹേയ്, ഞാൻ വെറുതെ ഇതുവഴി പോയപ്പോ ചുമ്മാ ഒന്ന് കേറിയതാ. ഏതായാലും സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് വന്നതല്ലേ, ഇതിരിക്കട്ടെ. നീ കുടിച്ചോ. ഞങ്ങൾ രണ്ടുപേരും ടോമിച്ചാനെ കാണാൻ വരാതിരിക്കായിരുന്നു, ഒരു മോറൽ സപ്പോർട്ടിന്. എന്നതാ? പറ. ഞങ്ങൾക്കേ ടോമിയുടെ ഒപ്പ് വേണം. ഒപ്പോ? ടോമിച്ചാനെ കൂടെ കൺഫ്യൂഷൻ ആക്കാതെ ഞാൻ പറയാം. ഞങ്ങളെ ഒരു ചെറിയ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഒരു സാക്ഷി ടോമിച്ചായൻ. എന്താ, സമ്മതമല്ലേ? ഓക്കേ. താങ്ക് യു.